എന്തൊക്കെ ഉണ്ടടാ? പിന്നെ നിന്റെ കച്ചവടൊക്കെ എങ്ങനെ പോണ്? ഇങ്ങനൊക്കെ തന്നെ അവിടുന്ന് ഓരോന്ന് പോണത്. ഒരു ഉത്തരവാദിത്യം ഉണ്ടോ? എന്താണ് അങ്ങനെ ചോദിക്കണത്? നമ്മളെ വാർഡ് മൊത്തം മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കാണ്. ഒരു കുട്ടി പോലും മണത്തിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല. എടാ, ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനല്ലേ പഞ്ചായത്തിന്റെ ചെലവില് ഞാൻ 2 ആഴ്ച തിരുവനന്തപുരത്ത് പോയി കടന്നത്. ഉള്ളത് പറയാലോ, ആ 2 ആഴ്ച നല്ല ആശ്വാസം നീ മെമ്പർ കിട്ട് ചാമ്പല്ലേ? നിന്റെ ഈ തട്ടുകടയില് പഴകിയ ഭക്ഷണം വിളമ്പുണ്ട് എന്നുള്ള ഒരു പരാതി പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. മെമ്പർ പറ, നിങ്ങളിപ്പോ ഇവിടെ ഇന്ന് 2 പൊറോട്ട കഴിക്കാന്ന് വിചാരിച്ചോളി. എടാ, അതിന് തരാൻ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. വിചാരിക്കുന്നതിന് പൈസ കാണുന്നില്ല. ഈ പൊറോട്ടയ്ക്ക് ഞാൻ അടുപ്പത്തുനിന്ന് ലൂസായ ബീഫ് കറി വിളമ്പണോ, അതോ 2 ദിവസം ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുരുമുളകൊക്കെ പിടിച്ച് ഇളക്കി കറുത്ത് പൊരിഞ്ഞ അത് വിളമ്പണോ? എടാ, ബീഫ് ഫ്രൈ ആവുമ്പോ 2 ദിവസം കിടന്ന് മൊരിയണം, അതാണ് അതിന്റെ ടേസ്റ്റ്. പിന്നെ മീൻകറി ആണെങ്കിലോ അടുപ്പത്തുനിന്ന് അങ്ങനെ എടുത്ത് വിളമ്പണോ, അത് 2 ദിവസം കൊടംപുളിയിലൊക്കെ ഇങ്ങനെ കിടന്ന് മസാല ഒക്കെ പിടിച്ച്. മീൻകറി ആവുമ്പോ 2 ദിവസം കിടന്നാലേ അത് സെറ്റാവുള്ളൂ. അപ്പൊ ഇന്നത്തെ കറി വേണോ 2 ദിവസം മുമ്പത്തെ കറി വേണോ? നീ 2 ദിവസം മുന്നത്തെ കറി വിളമ്പിയാ മതി. അപ്പൊ പഴകിയ ഭക്ഷണം വിളമ്പാൻ പഞ്ചായത്ത് അനുമതി ഒന്നും പറയണ്ട, അനുമതി കിട്ടി. അല്ല, നമ്മള് ഉണ്ണിക്കുട്ടനെ കാണാൻ തന്നെ ഇല്ലല്ലോ. എടാ, അവൻ 2 ആഴ്ചയായിട്ട് ജയിലില്ല. മോനെന്തിനാ പോലീസ് ഇവന് മൃഗശാലയിലാണല്ലോ ജോലി. പിന്നെ നാട്ടുകാർ മൊത്തം പറയണത് അവൻ എന്നെ പോലെ തന്നെയാണെന്നാ. പൊട്ടനല്ലോ. എടാ, അതല്ല, അവൻ നല്ല സഹജീവി സ്നേഹമുള്ള കൂട്ടത്തിലാണ് എന്ന്. അപ്പോ ഈ കൊറോണ 2ാമതും വ്യാപിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോഴേ മൃഗശാലയിലുള്ള ഈ പാവപ്പെട്ട മിണ്ടാപ്രാണികൾക്ക് കൊറോണ വരാതിരിക്കാൻ വേണ്ടിട്ട് അവനൊരു മുൻകരുതലെടുത്ത്. അതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തല്ലേ, ഒരു നല്ല കാര്യം ചെയ്താ പോലും കേസ്. അല്ല, എന്ത് മുൻകരുതലാണേ? മൊത്തം മൃഗങ്ങളെ വായ മൂക്കുകയോ മാസ്ക് വെച്ചാണ്ട് വരിഞ്ഞങ്ങോട്ട് കെട്ടി തീറ്റെടുക്കാൻ കഴിയാതെ 12 മാനും 2 പുലിയും 1 കടുവയും പട്ടിണി കിടന്ന് ചത്ത്. ഇപ്പൊരു കാര്യം പിടികിട്ടി. ഉണ്ണിക്കുട്ടല്ലേ ഇങ്ങളെ മോൻ തന്നെ. എടാ, ഈ കളിയാക്കണ്ട. അവനെ സഹജീവി സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ല നിന്നെ പോലെ അല്ല. നിങ്ങൾ അത് പറയരുത്. ഞാനൊരു സഹജീവി സ്നേഹമൊക്കെ തന്നെയാണ്. ഞാൻ ഒരു ദിവസം കാല് തന്നെ ഒരു പൊട്ടക്കിണറ്റിൽ വീണുന്നേ. എന്നിട്ട് ഞാൻ അങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്നു പൊങ്ങുന്നു. എന്റെ തൊട്ടപ്പുറത്തൊരു വലിയ മീൻ മുങ്ങുന്നു. ഞാൻ ഒന്നും നോക്കില്ല, ആ മീനെടുത്ത് കരക്കരറ്റേറി. അല്ല, അതെന്തിനാ മീനെടുത്ത് കരക്കെറിഞ്ഞ്? ഞാനോ ഏതായാലും മുങ്ങിച്ചാമ്പുവാണ്, ആ മീനെങ്കിലും പോയി രക്ഷപ്പെട്ടേ. എടാ, സഹജീവി സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. പിന്നെ ഇപ്പൊ എന്റെ കുടുംബത്തിന്റെ കാര്യം തന്നെ എടുക്ക്. എന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറകളായിട്ട് മൃഗശാലയിലാണ്. എന്താ ഇന്ന് വരെയായിട്ട് നിങ്ങളെ കുടുംബത്തിന് പരിണാമം സംഭവിച്ചു? അതല്ലാതെ എടാ, എന്റെ മുതുമുത്തച്ഛൻ, മുത്തച്ഛൻ, അച്ഛൻ എല്ലാവർക്കും മൃഗശാലയിലായിരുന്നു ജോലി. എന്റെ അച്ഛൻ തൊണ്ടേ കുരുങ്ങിയല്ല, ഞാൻ ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ്. ഒരു ദിവസം മൃഗശാലയിൽ ഒരു ജിറാഫ് ബോധം കെട്ട് കുഴഞ്ഞു വീണ്. അതിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കൃത്രിമശ്വാസം കൊടുത്തപ്പോഴാ പാവന്റെ അച്ഛൻ മരിച്ചുപോയത്. പിന്നെ ജിറാഫിന് കൃത്രിമശ്വാസം കൊടുത്താ ഇങ്ങളെ അച്ഛൻ എങ്ങനെ മരിക്കുക? എടാ, ഈ കൃത്രിമശ്വാസം കൊടുക്കണത് എങ്ങനെയാന്ന് നിനക്കറിയോ? നെഞ്ഞത്ത് ഇങ്ങനെ അമർത്ത വായിക്കൂതാ, ഒരു 5 പ്രാവശ്യം ചെയ്താ പോരെ? ആണല്ലോ. പാവന്റെ അച്ഛൻ ജിറാഫിന്റെ നെഞ്ഞത്ത് അമർത്തും. ഇതിന്റെ വായ കിടക്കുന്നത് 1.5 കിലോമീറ്റർ അപ്പുറത്താ. അച്ഛൻ ഓടിപ്പോവും, വായലൂതും, തിരിച്ചോടും, നെഞ്ഞത്തമർത്തും, വീണ്ടും ഓടും, വായലൂതും. അങ്ങനെ ഓടി 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 അവസാനം ജിറാഫിന് ബോധം വന്നാ? ഇല്ല, എന്റെ അച്ഛന്റെ ബോധം പോയി. എന്നിട്ട് അവിടുന്ന് വാരെടുത്താണ്ട് ആശുപത്രി കൊണ്ടുപോയി. ജിറാഫിനല്ലടാ, എന്റെ അച്ഛനെ. എന്നിട്ടൊരു ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറയാ അന്ന് തന്നെ ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തണമെന്ന്. നടത്തിയോ? ശസ്ത്രക്രിയ അന്ന് നടത്തി, അടിയന്തരം 15 ദിവസം കഴിഞ്ഞിട്ടും. അങ്ങനെയാണ് എന്റെ അച്ഛൻ മരിച്ചത്. പോട്ടെ, കരയില്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അല്ല, ആ ജിറാഫ് പോടണ്ടേ? ജിറാഫിനെ വെട്ടി കണ്ടിച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എന്റെ അച്ഛന്റെ 40 വിളമ്പിയത്. ചൂടാവില്ലേ? സഹജീവി സ്നേഹം കൊണ്ട് ചോദിച്ചു പോയത്. അവന്റെ കോപ്പിലെ സഹജീവി സ്നേഹം. അതൊക്കെ നടക്കട്ടെ, ഞാൻ പഞ്ചായത്ത് തന്ന അപേക്ഷ എന്തായി? മണ്ട, താമസിക്കാൻ ബസ് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണോ പഞ്ചായത്തിൽ അപേക്ഷിക്കുക? വീടിനല്ല അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ വീടിന് 4 ലക്ഷം കൊടുക്കുള്ളൂ. ബസ് സ്റ്റോപ്പ് ആകുമ്പോ 15 ലക്ഷം കൊടുക്കല്ലോ. എനിക്ക് ബസ് സ്റ്റോപ്പ് മതി. എടാ ബുദ്ധിമാനെ, സംഗതി ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇടപെട്ട് നിനക്കൊരു ബസ് സ്റ്റോപ്പ് അനുവദിക്കാം. പക്ഷെ ഒരു കാര്യം, നീ താമസിക്കുന്നിടത്ത് നമ്മുടെ വാർഡിലെ മൊത്തം പൂച്ചയും കാക്കയും നായയും പട്ടിയും വരുന്നവരും പോണവരും എല്ലാം ഉണ്ടാവും. അതെന്താ? ബസ് സ്റ്റോപ്പ് അല്ലേ, പിടിച്ചു നിർത്താൻ പറ്റൂല. എന്താ എന്നെ തല്ലിയത്? വീടില്ലാത്തന്റെ വികാരല്ലേ, പിടിച്ചു നിർത്താൻ പറ്റിയില്ല.
പോവാം